ഇടുക്കി നേര്യമംഗലത്ത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കാട്ടാന. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ആന റോഡരികിൽ നിലയുറപ്പിച്ചത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അത് ഗതാഗതത്തെ ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഈ കാട്ടാന പരിസര പ്രദേശങ്ങളിലുണ്ട്, പക്ഷെ ആ റോഡിന് സൈഡിൽ നിന്ന് അത് മാറിയിട്ടുണ്ട്, ഒരു മേഖലയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഞ്ചത്തൊട്ടി മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നടു റോഡിൽ തന്നെ ഈ കാട്ടാന ഇങ്ങനെ നിലയുറപ്പിച്ചു നിന്നത്. KSRTC ബസ്സും മറ്റു വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ തുമ്പിക്കൈ പൊക്കി സലാം കൊടുക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷേ ചെറു വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ആശങ്കയുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ദേശീയപാതയോരത്ത് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്, വാഹനങ്ങൾ തടയുന്നുണ്ട്. നിത്യസംഭവമായതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യവും. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.